നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ലിൻഡ രാജു ചീരൻ. ഞാനൊരു സൈക്കാട്രിക് സോഷ്യൽ വർക്കറാണ്. അതായത് കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകളിലെ വിഷാദ രോഗത്തെ പറ്റിയിട്ടാണ്. അതായത് വുമൺ ഡിപ്രഷനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യമേ ചിന്തിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഡിപ്രഷൻ എന്താണ് എന്നുള്ളതാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു അഫക്റ്റീവ് ഡിസോർഡറാണ്. ഡിപ്രഷന് നമ്മൾ മലയാളത്തിൽ വിഷാദം എന്ന് പറയും. അതൊരു മൂഡ് ഡിസോർഡർ കൂടിയാണ്. നമ്മൾ സർവ്വസാധാരണമായി കേട്ടുവരുന്നതും എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷനെ പറ്റി പോകുന്നതിന് മുമ്പായി ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് രോഗാരോഗ്യ സംഘടന പറയുന്നത് അതായത് WHO പറയുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ ആരോഗ്യം കൂടി ചേർന്നതാണ് ഒരു ആരോഗ്യം എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ലോകാരോഗ്യ സംഘടന നൽകുന്ന നിർവചനം എന്ന് പറയുന്നത്. ഇവ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് കരുതുവാനായി സാധിക്കുകയുള്ളൂ. ഇതിൽ നമ്മൾ ഇന്ന് പറയുന്നത് മാനസിക ആരോഗ്യത്തിൽ ഉൾപ്പെട്ട വിഷാദ രോഗാവസ്ഥയെ പറ്റിയിട്ടാണ്. വിഷാദ രോഗാവസ്ഥ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാനസിക രോഗാവസ്ഥയിൽപ്പെട്ട ഒന്നാണ്. വിഷാദം ഇന്ന് ലോകത്ത് ആർക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു ചേരാൻ പറ്റിയ ഒരു രോഗാവസ്ഥയാണ്. അതിന് പ്രത്യേകമായ ഒരു ഹിസ്റ്ററി ഉണ്ടാകണമെന്നോ അതായത് ഒരു പാരമ്പര്യം ഉണ്ടാകണമെന്നോ അതിന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെന്നോ ചില സമയങ്ങളിൽ അതിനൊന്നും ഒരു കാരണം ഉണ്ടാകില്ല. ചിലർക്ക് അക്യൂട്ട് ആയിട്ട് വേഗം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരാറുണ്ട്. ഡിപ്രഷൻ എന്ന് വെച്ചാൽ അതൊരു രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയോടൊപ്പം കാണപ്പെടുന്നത് നമുക്ക് താല്പര്യക്കുറവ്, അതായത് ഒന്ന് ചെയ്യാനുള്ള വ്യക്തിപരമായ അവരുടെ വ്യക്തികാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യക്കുറവ്, എനർജി കുറവ്, പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, അതോടൊപ്പം ഉറക്കത്തിൻ്റെ കുറവ്, വിശപ്പില്ലായ്മ, ഇവയെല്ലാം കൂടെ ചേർന്ന ഒരു രോഗാവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഡിപ്രഷന് പ്രായവ്യത്യാസേന്യ അത് എല്ലാ രാജ്യക്കാരിലും എല്ലാ വംശക്കാരിലും എല്ലാ ഫാമിലികളിലും കാണപ്പെടാവുന്ന ഒരു രോഗാവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇന്ന് ഡിപ്രഷൻ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം വളരെ അധികം 1% ജനതയും ഇന്ന് ഡിപ്രഷൻ മൂലം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മൂലം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് DSM-4 എന്ന്. DSMൻ്റെ പല വേർഷനുകൾ നെറ്റുകളിലും അതുപോലെ തന്നെ ആളുകളുടെ കൈകളിലും ഒക്കെ ലഭ്യമായിട്ടുണ്ട്. DSM-4 അതിന് ചില രോഗലക്ഷണങ്ങൾ ഉണ്ടായെങ്കിൽ അവയിൽ പറയുന്ന ചില രോഗലക്ഷണങ്ങളുണ്ട്. ആ രോഗലക്ഷണങ്ങൾ ഉണ്ടായെങ്കിൽ അത് ഡിപ്രസീവ് പേഷ്യൻ്റ് എന്നാണ് ഡോക്ടേഴ്സ് ഡയഗ്നോസിസ് ചെയ്യുന്നതായിരിക്കും. അവയിൽ ഒന്നാമത്തേതാണ് ലോസ് ഓഫ് എനർജി, അതായത് ഒന്നും ചെയ്യാനുള്ള ഒരു ഊർജ്ജമില്ലാത്ത ഒരവസ്ഥ. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇൻസോംനിയ, ഉറക്കക്കുറവ്. ഇൻസോംനിയ 2 തരത്തിൽ വരാം. ഏർലി ഇൻസോംനിയം വരാം, ലേറ്റ് ഇൻസോംനിയം വരാം. അതായത് ചിലർക്ക് ലേറ്റ് സാധാരണഗതിയിലുള്ള ഒരു ഉറക്കക്കുറവിനെയല്ല ഞാൻ പറയുന്നത്. ഇത്തരം രോഗികളിൽ അമിതമായിട്ട് ഉറക്കക്കുറവും അവർക്ക് രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഇത് വരാറുണ്ട്. ചില സമയത്ത് നാച്ചുറലി എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും ടെൻഷൻ മൂലം അങ്ങനത്തെ ചില കാരണങ്ങൾ മൂലം ഉറക്കക്കുറവ് വരാം. അതിനെപ്പറ്റില്ല, ഈ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ വരാറുള്ളൂ. അതോടൊപ്പം തന്നെ വിശപ്പില്ലായ്മ മറ്റൊരു പ്രശ്നമാണ്. മറ്റൊരു രോഗലക്ഷണമാണ് എന്ന് പറയുന്നത് വിശപ്പില്ലായ്മ എന്ന് പറയുന്നത്. വിശപ്പില്ലായ്മ വരുന്നതെന്ന് വെച്ചാൽ ഇത്തരം രോഗികളിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ അവരെപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ദിവസത്തിലാകാം, ചിലപ്പോൾ 2-3 ദിവസം കൂടുമ്പോഴാകാം, ചിലപ്പോൾ എന്തെങ്കിലും കഴിച്ചാലായി. അങ്ങനെ ഒരു ക്രമം തെറ്റിയ ഒരു ആഹാരക്രമമാണ് അവർ കൈക്കൊള്ളുന്നത്. അതുമൂലം അവരിൽ ഇത്തരം ഈ ഒരു രോഗലക്ഷണം വരുന്നത്. മറ്റൊരു രോഗലക്ഷണം എന്ന് പറയുന്നത് പ്രതീക്ഷയില്ല, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരവസ്ഥ, അതായത് ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ്. അതായത് ജീവിതത്തിലോട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകില്ല. പ്രധാനമായിട്ട് അവർക്ക് പോസിറ്റീവായിട്ട് പ്രതീക്ഷയുടെ കുറവാണ്. അതായത്
എപ്പോഴും ഒരു നെഗറ്റീവായിട്ട് മാറും. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുന്ന വ്യക്തികൾ കുറഞ്ഞത് ഒരു 2 ആഴ്ചയിൽ കൂടുതലായിട്ടും ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഇതിൽ 2 ആഴ്ചയിൽ കൂടുതലായിട്ട് ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരികയാണെങ്കിൽ അവർ ഡിപ്രസീവ് പേഷ്യൻ്റ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ മരണമോ, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ഡിപ്രസീവ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലതൊക്കെ കടന്നു വരാറുണ്ട്. പക്ഷേ അത് നമുക്ക് 2-3 ദിവസങ്ങൾക്കുള്ളിൽ അത് ഓവർകം ചെയ്ത് നമ്മൾ ഡെയിലി ലൈഫിലേക്ക് നമ്മൾ തിരികെ പോകാറുണ്ട്. പക്ഷേ ഇത്തരം രോഗികളിൽ വരുമ്പോൾ അവർക്ക് പ്രധാനമായിട്ടും പ്രശ്നമായിട്ട് വരുന്നത് ഈ ഒരു സിംറ്റംസ് കാരണം അവരുടെ ഡെയിലി അവരുടെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും സോഷ്യൽ ലൈഫ് ആണെങ്കിൽ പോലും അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നു. അത്തരം അവസ്ഥയിലാണ് അവരൊരു ഡിപ്രസീവ് പേഷ്യൻ്റായിട്ട് മാറുന്നത്. ഡിപ്രസീവ് പേഷ്യൻസിനെ പറ്റി നോക്കുമ്പോൾ അത് ഇന്ന പ്രായക്കാർക്ക് മാത്രമേ വരികയെന്നോ അത് ഇന്ന ആൾക്ക് വരികയില്ല എന്നോ ഒന്നുമില്ല. അത് പ്രായവ്യത്യാസം എല്ലാ ആളുകളിലും കാണപ്പെടുന്ന രോഗാവസ്ഥയാണ്. കുട്ടികളിൽ താരതമ്യേന ഇവ കുറവാണ് എങ്കിൽ പോലും 2 മുതൽ 4% വരെ കുട്ടികളിൽ ഡിപ്രഷൻ്റെ രോഗാവസ്ഥ കാണപ്പെടുന്നു. ഈ കുട്ടികളിൽ ഇത് കാണപ്പെടുന്ന ഒരു പ്രായപരിധി എന്ന് വെച്ചാൽ, പ്രായത്തിൻ്റെ ആരംഭം എന്ന് വെച്ചാൽ ഏകദേശം ഒരു പ്യൂബർട്ടി പീരീഡ് മുതലാണ്. പ്യൂബർട്ടി പീരീഡ് മുതലാണ് ആ ഒരു ഏജിലാണ് അവർ ഈ ഒരു ഡിപ്രസീവ് പേഷ്യൻ്റ് ഇത് കാണുന്നത്. ബാക്കി താഴോട്ടുള്ള ഏജിൽ കാണാമെങ്കിലും വളരെ റെയറായിട്ട് മാത്രമേ അത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വരികയാണ്. അഡൽറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ജനസംഖ്യയുടെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഒരു 3 പേരെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2 പേർക്ക് ജനസംഖ്യയിൽ 2 പേർക്ക് ഡിപ്രഷൻ്റെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജെൻഡർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ, അതായത് പുരുഷന്മാരിലാണെങ്കിൽ 10 പുരുഷന്മാരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ഈ ഡിപ്രഷൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീകളിൽ ഏകദേശം ഒരു 70% സ്ത്രീകൾ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അവർ ഡിപ്രസീവ് ഫീച്ചേഴ്സിലൂടെ, അതായത് ഡിപ്രസീവ് എപ്പിസോഡ്സിലൂടെ കടന്നു പോയിട്ടുള്ളവയാണ്. പക്ഷേ നമ്മൾ അതിൽ എന്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല എന്ന് വെച്ചാൽ അത് നമ്മൾ ഓവർകം ചെയ്തു വന്നു. പക്ഷെ ഇത്തരം രോഗികൾ അവർ ഓവർകം ചെയ്തു വരാനായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നു. അപ്പോഴാണ് അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനായിട്ട് പോകുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു മനസ്സിൻ്റെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു മനസ്സിൻ്റെ ഒരു തരം ഒരു പ്രതിഭാസമാണ് ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ മുകളിൽ പറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ പോലും ചില സിംറ്റംസ് പേഷ്യൻസിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെടാം. എല്ലാവരിലും ഇതേ സിംറ്റംസ് തന്നെയാണ് കാണപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ചില വ്യക്തികളിൽ അതിൽ ഏറെ കുറ്റക്കുറച്ചുകൾ, ചിലർക്ക് വ്യത്യാസങ്ങളോ ഒക്കെ നേരിടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലർക്ക് ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇതിനോട് ബന്ധപ്പെട്ടിട്ട് വേറെ കുറച്ച് പ്രശ്നങ്ങളും കാണാനായിട്ട് സാധിക്കും. അതായത് സൈക്കോട്ടിക് സിംറ്റംസും അതോടൊപ്പം കാണാനായിട്ട് സാധിക്കും. സൈക്കോട്ടിക് സിംറ്റംസ് ആയിട്ടുള്ള ഡെലൂഷൻസ്, ഹാലൂസിനേഷൻസ്, കാറ്ററ്റോണിക് ഫീച്ചേഴ്സ് ഇവയൊക്കെയും ഈ ഡിപ്രസീവ് പേഷ്യൻസിൽ ചിലരിൽ കാണാൻ സാധിക്കുന്നതാണ്. വുമൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളിലേക്ക് നോക്കുകയാണെങ്കിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഒന്നാമതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ പ്രീ മെൻസ്ട്രൽ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, PMDD എന്ന് പറയും. അത് നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 10 മുതൽ ഒരു ഏജ്, ആ ഒരു ദിവസം ഏകദേശം 10 ദിവസം ആ ഒരു ഏജ്, ഒരു പീരിയഡ്സിൽ അല്ലെങ്കിൽ ആ ഒരു പീരിയഡ്സിൻ്റെ സമയത്ത്, മെൻസ്ട്രൽ സൈക്കിൾസിൻ്റെ സമയത്ത് ചില സ്ത്രീകളിൽ ഡിപ്രസീവ് ഫീച്ചേഴ്സ് കാണാറുണ്ട്. അതിനുശേഷം അതങ്ങ് മാറിപ്പോകും. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും. അതായത് ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഡിപ്രഷനെയാണ് അവ പറയുന്നത്. ഏകദേശം അതൊരു 1 മന്ത് ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് അവർക്കൊരു എഫക്റ്റീവായിട്ടുള്ള ശ്രദ്ധയോ നമുക്ക് നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് അവരിൽ നിന്ന് ഓവർകം ചെയ്യും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പ്രീനാറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. പ്രീനാറ്റൽ ഡിപ്രഷൻ എന്ന് വെച്ചാൽ അത് ആ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം, ആഫ്റ്റർ ബർത്ത് ഓഫ് എ ചൈൽഡ്, കുട്ടി ഉണ്ടായതിനു ശേഷം ഒരു 6 മുതൽ 12 മാസം വരെയുള്ള ആ ഒരു ടൈം പീരിയഡ്സിൽ കാണപ്പെടുന്ന ഡിപ്രഷനാണ് അവ.
അതിനുശേഷം കാണപ്പെടുന്ന ഒരു ഡിപ്രഷനാണ് എന്ന് പറയുന്നത് മെനോപോസൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതായത് സ്ത്രീകളിൽ ഏകദേശം 45 വയസ്സോട് കൂടിയിട്ട് ഏകദേശം ആ ഒരു ഏജ് പീരീഡിൽ ഏറ്റക്കുറച്ചിലുകൾ വരാം. ആ ഒരു ഏജ് പീരീഡിൽ സ്ത്രീകളിലെ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ആകുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് ചിലതിലെ ഡിപ്രസീവ് ഫീച്ചേഴ്സ് കാണപ്പെടാറുണ്ട്. സ്ത്രീകൾ സാധാരണയായിട്ട് ഡിപ്രഷൻ കാണപ്പെടുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒരു 25 to 45 ആ ഒരു ഏജിലാണ് ഡിപ്രസീവ് ഫീച്ചേഴ്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിന് പല കാരണങ്ങളാകാം. ഈ പറഞ്ഞ കാരണങ്ങളും ഉണ്ടാകാം. അതോടൊപ്പം മറ്റു വ്യക്തിജീവിതത്തിലെ കാരണങ്ങളും പ്രശ്നങ്ങളും എന്തെങ്കിലുമൊക്കെ കാരണങ്ങളായിരിക്കാം അവരെ വിഷാദ രോഗാവസ്ഥയിലേക്ക് കടന്നു വരാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. ഈ ഡിപ്രഷനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഡിപ്രഷൻ എന്ന് മാത്രമല്ല, മാനസിക ആരോഗ്യത്തെ പറ്റി ധാരാളം മിത്സ്, അതായത് മിഥ്യാധാരണകൾ, തെറ്റായ ധാരണകൾ ഒക്കെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിന് നമ്മളുടെ സാമൂഹ്യ മാധ്യമങ്ങളും അതുപോലെ തന്നെ മീഡിയാസും എല്ലാം ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ പരമ്പരാഗതം നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള അറിവുകളൊക്കെയാണ്. പക്ഷെ ഇവയൊന്നുമല്ല വാസ്തവം. ഈ രോഗം എന്ന് പറയുന്നത് ഈ മാനസിക ആരോഗ്യത്തിൽ തന്നെയാണെങ്കിൽ പോലും ഡിപ്രസീവ് രോഗാവസ്ഥയാണ് എങ്കിൽ പോലും ഇവയൊക്കെ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു അവസ്ഥയാണ്. അതിന് പ്രത്യേകിച്ചൊരു ഫാമിലി ഹിസ്റ്ററിയോ പേഴ്സണൽ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹിസ്റ്ററിയുടെ ഒരു ആവശ്യമൊന്നുമില്ല. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥ വേഗം മാറാവുന്നതേ ഉള്ളൂ. ഇവയ്ക്കൊക്കെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ചുറ്റുപാട് നമ്മൾ നോക്കുകയാണ്, ധാരാളം ആളുകൾ ഇതുമൂലം ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഡെയിലി ലൈഫിൽ സ്മൂത്ത് ആയിട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മൾ പ്രമുഖരായിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട്. അതായത് ഈ അടുത്ത കാലങ്ങളിൽ മെൻസിൻ്റെ ഈ അടുത്ത കാലങ്ങളിൽ നമുക്കറിയാവുന്ന സുശാന്ത് സിംഗ് രാജ്പൂത്തിൻ്റെ മരണം, അവയൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എങ്കിൽ അതൊരു നമ്മളുടെ ഒരു നാശത്തിലേക്ക് വഴിതെളിക്കുമെന്നാണ്. അതുപോലെ തന്നെ നന്നായി ജീവിക്കുന്ന ആളുകളുമുണ്ട്. നല്ല രീതിയിൽ സ്മൂത്തായിട്ട് സോഷ്യൽ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. ദീപിക പദുക്കോൺ അതുപോലെയുള്ള ധാരാളം ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ എന്ന് വെച്ചാൽ വിത്ത് ദ മെഡിക്കേഷൻ ദേ ക്യാൻ ലിവ്. മെഡിക്കേഷനിലൂടെ അവർക്ക് മെഡിക്കേഷൻ മാത്രമല്ല അതൊന്ന് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ കുറേ കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ ഈ രോഗാവസ്ഥ വന്നു എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിന് പൂർണ്ണമായ ഒരു അന്ത്യമല്ല. അവരുടെ ജീവിതം അതോടുകൂടി തീർന്നു എന്നല്ല, അതിലൂടെ അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഈ രോഗം എന്ന് പറയുന്നത് മാനസിക രോഗം അല്ലെങ്കിൽ ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക രോഗം പോലെയുള്ള ഒരു രോഗമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ശാരീരിക രോഗത്തിന് ഇപ്പോൾ പനി വന്നു, അല്ലെങ്കിൽ BP പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഡയബറ്റിക് രോഗം വന്നു, അത് നമ്മൾ വരുന്ന അവസ്ഥയിൽ ചിലപ്പോൾ അത് ലൈഫ് ലോങ് കഴിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ അത് കുറച്ച് ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്താ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ അത് ഇട്ടിട്ട് പോകുകയില്ലല്ലോ, സാധാ രീതിയിൽ അത് കഴിക്കാറുണ്ട്. വിത്ത് മെഡിക്കേഷൻ ഇതെല്ലാം കൺട്രോളബിൾ ആണ്. അതുപോലെ തന്നെ ഒരു രോഗമാണ് എന്ന് പറയുന്നത് മാനസിക രോഗം അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു രോഗമാണ്. നമ്മൾ വിത്ത് മെഡിക്കേഷൻ ഇതെല്ലാം കൺട്രോളബിൾ ആണ്. പിന്നെ നമ്മളുടെ കുറച്ച് മെറ്റീരിയൽസും കുറച്ച് കോപ്പിംഗ് പാറ്റേൺസും വേണം. അതായത് കോപ്പിംഗ് പാറ്റേൺസിനകത്ത് പ്രധാനമായിട്ടും കൂടുതലും പേഷ്യൻസ് റിലാക്സിലേക്ക് പോകാനായിട്ട്, അതായത് വീണ്ടും ഈ രോഗാവസ്ഥയിലേക്ക് പോകാനായിട്ട് കാരണമെന്ന് വെച്ചാൽ അവർ ഓപ്പണായിട്ട് സംസാരിക്കാത്തത്. അതായത് അവർ മറ്റുള്ളവരോട് സംസാരിക്കില്ല. നിങ്ങൾ ആരോടാണ് കംഫർട്ടബിൾ, നിങ്ങളിപ്പോൾ ഫാമിലി മെമ്പർ ആകാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അകന്ന ബന്ധുക്കളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് ആകാം, ഇതും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടും ആകാം. അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ഇടയാക്കണം. മനസ്സിനെ വെച്ചുകൊണ്ടേ ഇരുന്നാൽ ഇതിനൊന്നും ഒരു പരിഹാരം, നിങ്ങളുടെ മനസ്സിൻ്റെ വിചാരങ്ങൾ ഇതൊന്നുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല നിങ്ങൾ ഡയറി എഴുതുന്ന ശീലമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കോപ്പിംഗ് പാറ്റേൺ നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വേറൊന്നെന്ന് വെച്ചാൽ ഈ യോഗ പോലുള്ളത് ചെയ്താൽ ചിലരുടെ മനസ്സിലൊരു ഡിപ്പെൻസ് അപ്പോൺ ഈ ഓരോ കോപ്പിംഗ് സ്ട്രാറ്റജീസും പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ പേഴ്സണിൻ്റെ ഇൻട്രസ്റ്റും അവരുടെ താല്പര്യങ്ങളും അനുസരിച്ചിട്ടാണ്.
ചിലപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അതനുസരിച്ച് വ്യത്യാസം വരും. ചിലർക്ക് ഇൻട്രസ്റ്റ് ചില ഹോബീസ് ചെയ്ത് കഴിയുമ്പോൾ അവർ മനസ്സിൽ ചില ഒരു റിലാക്സേഷൻ, ചിലർക്ക് പാട്ട് കേൾക്കുന്നതിനുള്ള ഒരു റിലാക്സേഷൻ, അങ്ങനെ ഒരു മനസ്സിൻ്റെ ടെൻഷൻ വരുന്ന അവസ്ഥയിൽ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനായിട്ടുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി ബിൽഡ് ചെയ്താൽ മാത്രമേ. അതിനായിട്ട് ധാരാളം തെറാപ്പീസ് ഉണ്ട്. ചില തെറാപ്പീസ് അതിനൊരു ഉദാഹരണം CBT, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഈ തെറാപ്പികൾ പോലുള്ള തെറാപ്പിസ്റ്റുകൾ എടുത്തു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒരു പേഴ്സൺ നിങ്ങളുടെ ഡോക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കോളജിസ്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൗൺസിലറാണ്, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടൊരു പേഴ്സൺ, അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഫാമിലിയുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് പോകുവാനായിട്ട്, ഫാമിലിയിലെ മെമ്പേഴ്സ് ഈ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ പോലും ഇതിലുപരിയായിട്ട് മറ്റു കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇത് ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾ ഷുവറായിട്ടും 100% നിങ്ങൾക്ക് വിത്ത് മെഡിക്കേഷൻസ് ഒരു ഡിപ്രഷനെ നിങ്ങൾക്ക് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മൈൻഡാണ് എല്ലാത്തിൻ്റെയും പ്രാധാന്യം. നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഓപ്പണായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കത്തുകളോ ലെറ്റേഴ്സോ അല്ലെങ്കിൽ ഡയറികളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എഴുതി നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, അതായത് ചില സമയത്ത് ദേഷ്യങ്ങൾ, സങ്കടങ്ങൾ എല്ലാം എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ വിഷമങ്ങൾ വരുമ്പോൾ ഉള്ളിൽ ഒതുക്കാതെ അത് നിങ്ങൾ തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് മാറാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ഹോബീസ് എന്താണോ, നിങ്ങളുടെ പേഴ്സണിനെ ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസമായിരിക്കും. അവയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു നല്ലൊരു കോപ്പിംഗ് പാറ്റേൺ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾ ഈ ഒരു രോഗാവസ്ഥയിൽ പൂർണ്ണമായിട്ടും രോഗമുക്തി നേടുവാനും ഒരു സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുവാനുമായിട്ട് സാധിക്കും. ഇനി ഒരു അടുത്ത വീഡിയോയ്ക്ക് നിങ്ങളുടെ മുന്നിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും നമസ്കാരം.